ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നൈനുവിൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് തന്നെ പറയാം. അവളുടെ വിദ്യാരംഭത്തിൻ്റെ വീഡിയോ ആണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വിജയദശമിക്കൊക്കെയാണ് കൂടുതൽ പിള്ളേരെയും കൊണ്ടുപോയി വിദ്യാരംഭം നടത്തുന്നത്, എഴുത്തിനിരുത്തുന്നത്. പക്ഷേ നമുക്ക് നാട്ടിൽ വരുന്നൊരു സമയം നോക്കിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ പോയി എഴുത്തിനിരുത്തുക ചെയ്തത്. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ 3 വയസ്സ് തികയുന്നതിന് മുമ്പ് എഴുത്തിനിരുത്തണം എന്നാണ്. അതുകൊണ്ടാണ് 3 വയസ്സ് തികയുന്നതിന് മുമ്പ് ഞങ്ങൾ പോയി എഴുത്തിനിരുത്തിയത്. നമ്മൾ പോയത് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാവ് സരസ്വതി ക്ഷേത്രത്തിലാണ്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ. അവിടെ വിളിച്ചല്ലോ, അതിന് മേടിച്ചോണ്ടോ. സുന്ദരിക്കുട്ടി അമ്മയുടെ മടിയിരിക്കും. എത്ര മണി വാച്ചൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് വന്നിരിക്കുന്നു കേട്ടോ. നല്ല പട്ടുപാവടയൊക്കെ ഇട്ട് അദ്ദേഹത്തിന് എഴുതിയായിരുന്നോ? അല്ല, രണ്ടുപേരും പേര് പറഞ്ഞെന്ന് തോന്നുന്നു. അല്ല, അർച്ചന പുഷ്പാന്റെ മകം ചൊല്ലിക്കോണേ. ഓം സരസ്വതി നമസ്തുഭ്യം കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സരസ്വത്യേ നമ ഗണപതേ നമ ഗുരുഭ്യോ നമ. കാണിക്കണേ സുന്ദരിക്കുട്ടി, സുന്ദരിക്കുട്ടി നാട്ടി കാണിക്കണേ. ശ്രീ സൂപ്പറായിട്ടോ. വൺ കാണിക്കണേ. ഓൻ പറയാൻ പറ്റി ഞങ്ങള് പറയണേ, കുഞ്ഞ് എഴുതാൻ രണ്ടുപേരും പറയണേ. സ്കൂളിൽ കൊണ്ടുപോകണം കേട്ടോ. പുതിയ ബാഗും മിഠായി കേട്ടോ. അനിയത്തിക്കുട്ടി പറയണേ, നിങ്ങൾ പറയണേ. ഓം ഹരി ശ്രീ ഞങ്ങളുടെ മണലിട്ടിട്ടുണ്ട്. ആ മണലിൽ നിങ്ങളെല്ലാവരും എഴുതി കുട്ടികളെ കൊണ്ട് എഴുതിക്കണം. എല്ലാവർക്കും ചോദിക്കണം. പിന്നെ കിട്ടും സാരസ്വതം വിദ്യാരംഭം കഴിഞ്ഞ കുട്ടികൾക്കും പഠിക്കുന്ന കുട്ടികൾക്ക് അവസാനമൊക്കെ മേടിക്കാൻ കിട്ടാൻ മേടിച്ചു കൊടുക്കണം. കുട്ടികൾക്കും എല്ലാ കൊല്ലം തൊഴിലേക്ക് എല്ലാം കഴിഞ്ഞ് കൊടുക്കുകയാണ്. ഇപ്പം നാട്ടിലേക്ക് നാട്ടിൽ നമ്മൾ തൊഴിലേക്ക് എവിടെ നിങ്ങൾ വരുന്നത്? കൊല്ലത്ത് വരുമ്പോൾ നിങ്ങൾ ദേവി ഇവിടെ കൊണ്ട് തൊഴിലേക്ക് നെയ്യൊക്കെ മേടിച്ച് കൊടുക്കാൻ മതി കേട്ടോ. കുട്ടികളുടെ ഗുരുദക്ഷിണ ആദ്യമായിട്ട് ചെയ്യുന്ന വിദ്യാരംഭം കഴിഞ്ഞത് കേട്ടോ. सरस्वती नमो नमः, मां सरस्वती नमो नमः, विद्यादायिनी नमो नमः, हंसवाहिनी नमो नमः. सरस्वती नमो नमः, मां सरस्वती नमो नमः, विद्यादायिनी नमो नमः, हंसवाहिनी नमो नमः. सरस्वती नमो नमः, मां सरस्वती नमो नमः, विद्यादायिनी नमो नमः, हंसवाहिनी नमो नमः. श्वेतांबरधरे देवी नानालङ्कारभूषिते जगत्स्थिते जगन्मातर्महालक्ष्मी नमोऽस्तुते। पद्मासनस्थिते देवी
परब्रह्मस्वरूपिणी पद्मासनस्थिते देवी परब्रह्मस्वरूपिणी परमेशि जगन्मातर् महालक्ष्मी नमोऽस्तुते ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയൊരു തിരക്ക് കുറവുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത്യാവശ്യം താഴെ ഇരുത്തുന്നിടത്ത് നല്ലൊരു തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നാൽ തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇതാണ് കലാമണ്ഡപം. പിന്നെ വരുമ്പോൾ ആദ്യം വിഷ്ണു ക്ഷേത്രമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സരസ്വതി ദേവിയുടെ അടുത്തോട്ട് പോകുന്നത്. അവിടെ എഴുതിയിട്ട് ഞാൻ തരാം. ഇതിന്റെ തല നോക്കിക്കോളേ. ഇതാണ് പത്മതീർത്ഥ കുളം. ആ മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ മീനുണ്ട്. പക്ഷെ മഴയായോണ്ടാന്ന് തോന്നുന്നു, വഴുക്കലുണ്ടെന്ന് തോന്നുന്നു. എഴുതിക്കുമോനെ ഇനി ആ കുഴപ്പമില്ല. ഇനി മോൾ എഴുതിച്ചോ. सरस्वती नमस्तुभ्यं वरदे कामरूपिणी सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा पद्मपत्रविशालाक्षी पद्मकेसरवर्णिनी नित्यं पद्मालयां देवी सा मां पातु सरस्वती भगवती निःशेषजाड् ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സരസ്വതി ദേവിക്ക് പ്രത്യേകിച്ച് ശ്രീകോവിലോ അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു അരുവിയാണ്. അരുവിയുടെ സൈഡിൽ ഇങ്ങനെ കുറച്ച് ഈ ചെടികളൊക്കെ ഉണ്ട്. ഇതിന് സരസ്വതി ഇലകൾ എന്നൊക്കെ പറയപ്പെടുന്നതെന്നാണ് പറയുന്നത്. എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. പക്ഷേ ഇങ്ങനൊരു ഇതിലാണ് ദേവിയെ ഇവിടെയാണ് പ്രതിഷ്ഠിച്ചേക്കുന്നത്. നമുക്കിവിടെ വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ.
അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു സന്തോഷമാണ് ഈ വീഡിയോ ആയിട്ട് ഇവിടെ പങ്കുവച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.